കല്യാണം എപ്പോഴായിരുന്നു? കല്യാണം 58-ല് അല്ലേ? 58-ല്. അപ്പൊ എപ്പോഴാ ടീച്ചർ കണ്ടത്? പിന്നെ ആണല്ലോ. ഒളിവൊക്കെ കഴിഞ്ഞിട്ട് എന്റെ വീട്ടിന്റെ അടുത്തല്ലേ? എപ്പോഴാണ് നിങ്ങൾ ഒളിവെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നത്? 52-ല് അല്ല, 46-ല്. എൻ്റെ ജ്യേഷ്ഠൻ 6 കൊല്ലം ജയിലിലായിരുന്നു ഇവരെ കൂടെ. അമ്മാവൻ്റെ കൂടെ ജയിലിലായിരുന്നു, KPR കൂടെ ജയിലിലായിരുന്നു. ഈ നാരായണൻ നായർ 6 വർഷമായി ജയിലിലായിരുന്നു. അവരെല്ലാം റിലീസ് ചെയ്തു. ഞാൻ ആലപ്പുഴയിൽ മീറ്റിങ്ങിന് ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് അനൗൺസ്മെൻറ്റ് വന്നു, EK നയനാർ, AV കുഞ്ഞമ്പു, OJ ജോസഫ് എല്ലാവരുടെ വാറണ്ടും വിഡ്രോ. പിറ്റേന്ന് നേരെ ഞാൻ ദേശാഭിമാനിക്ക് പോയി ജോയിൻ ചെയ്തു. പിറ്റേന്ന് ഇവിടെ ഉണ്ണിറായി ഉണ്ടായിരുന്നു ഇവിടെ പാർട്ടിയുടെ പരസ്യമായിട്ട്. ഞങ്ങൾ ഒന്നായി പോയി ദേശാഭിമാനിയിൽ ജോയിൻ ചെയ്തു. 48 വരെ. 48-ലാണ് പാർട്ടി നിരോധിച്ചത്. പിന്നെ 48-ൽ വീണ്ടും നിരോധിച്ചു. മലബാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവൻ നിരോധിച്ചു. കർഷക സമരം നടന്നു. ഞാൻ 48-ൽ വീണ്ടും ഒളിവിൽ പോയി. പിന്നെ പുറത്ത് വന്നത് 51-ലാണ്. അത് AKG പുറത്ത് വന്നു. AKG ജയിലിൽ നിന്ന് വിട്ടു. AKG പുറത്ത് വന്ന് തലശ്ശേരിയിൽ പ്രസവിക്കുന്ന ദിവസമാണ്. ഞാൻ തലശ്ശേരിയായിരുന്നു, ഞങ്ങൾ ബാഹിയിലായിരുന്നു ഒളിവിൽ. അവിടെ നിന്ന് നേരെ ഇത്രയും കാലം ഇങ്ങനെ യാത്രയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ജയിലിൽ പോയി ചെന്ന് അവിടെ പിന്നെയും ജയിലിടുക എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമായിരുന്നില്ലേ? വിഷമം നിങ്ങൾക്കല്ലേ തോന്നുന്നു, കിടക്കുന്നാക്കല്ലേ തോന്നുന്നു. നിങ്ങൾ പോട്ടാ, നിങ്ങൾക്ക് തോന്നുന്നു. ഇത് ഇവർക്ക് ഇതൊന്നും ഒരു വിഷമല്ലല്ലോ. ജീവിതത്തിന് ജയിലിൽ കിടക്കുക എന്നുള്ളൊരു വിഷമാണ്. 1.5 കൊല്ലം കണ്ണൂർ ജയിലിൽ കിടന്നു. അതെ, അതാണ് അതിൻ്റെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വേണ്ടി മഹാത്മജി ജയിലിൽ കിടന്നു 1-ലധികം തവണ. നെഹ്റു ജയിലിൽ കിടന്നിട്ടാണ് ആ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അയാൾ ഓട്ടോബയോഗ്രഫി അല്ല എഴുതിയത് ജയിലിലാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അയാൾ കിടന്നു ജയിലില്ലേ. അപ്പോൾ ഇന്ത്യയിലെ വമ്പിച്ച ജനവിഭാഗങ്ങളും നേതാക്കന്മാരും മുഴുവൻ ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്കതൊരു പ്രശ്നമാണ്. ആ അടിയന്തരാവസ്ഥക്കാലത്ത് ഈ EMS-ഉം ജ്യോതിബാസും മാത്രമേ അറസ്റ്റ് ചെയ്യാതുള്ളൂ. ബാക്കി ഞങ്ങളെല്ലാം, ഞാൻ ഒളിവിലായിരുന്നു, എന്നെ പിടികിട്ടിയില്ല. ബാക്കി 10-100ഓളം സഖാക്കൾ കേരളത്തിൽ അറസ്റ്റ് ചെയ്ത് ഞാനിവിടെ കിടന്നു. ഞാനും അച്യുതമേനോനും ഈ പൂജപ്പുര ജയിലിൽ കിടന്നിട്ടുണ്ട് 1 മാസം. എൻ്റെ അടുത്ത റൂം അച്യുതമേനോൻ പെറ്റി ഇപ്പുറത്ത് 64-ൽ കിടന്ന് ഇവിടെ കിടന്നിട്ടുണ്ട്. അല്ല, 64-ന് മുമ്പ് 62-ൽ ഇന്ത്യ ചൈന സംഘടനത്തെ ആ പീരീഡിൽ അച്യുതമേനോനെയും പിടിച്ച് എൻ്റെ റൂമിൻ്റെ അടുത്തായിരുന്നു അച്യുതമേനോൻ. കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ ട്രെയിനിൽ കയറി അന്ന് രാത്രി ഇവിടെ ഇവിടെ ഞങ്ങളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ആയിരുന്നു. അജയ് ഘോഷാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി. അയാൾ ഇവിടെ താമസിക്കുകയാണ്. ഈ ഗവൺമെൻറ് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ പാർട്ടിയെ നയിക്കാനും പിടിക്കാനും എല്ലാം തന്നെ KPR എന്ന MLA ആണ്, TC നാരായണൻ MLA ആണ്, ഒരുപടി ആളുകൾ MLA ആണ്. അന്നത്തെ കമ്മിറ്റിക്ക് വന്ന് അന്ന് രാത്രി തന്നെ വണ്ടി കയറിയിട്ടാണ് വന്നത്. ടീച്ചറിന് വിഷമം തോന്നിയോ ഇങ്ങനെ കല്യാണം? തിരുവനന്തപുരം കല്യാണം പോലെയല്ല മലബാർ കല്യാണം, വ്യത്യാസമുണ്ട്. ഇവിടെ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവ് ചെയ്ത കല്യാണമാണ് ഈ തിരുവനന്തപുരം കല്യാണം. ഇന്നും കല്യാണം ഇങ്ങനെ വലിയ ആർഭാടായി കഴിക്കുന്നതിന് ഭയങ്കര എതിരല്ല. വിഷമം തോന്നിയോ അന്ന് സാറ് മുഖ്യമന്ത്രി ആയിരുന്നു, മരുമകൾ ഒരുപാട് ആഭരണം ഇട്ടു, ഭയങ്കര ഞങ്ങൾക്ക് ഒരു മാല ഇട്ടില്ല, താലി കെട്ടിയില്ല, ഒരു മോതിരം ഇട്ടില്ല. അത്രയും ലളിതമായി ചെയ്തിട്ട് അപ്പൊ ഇങ്ങനെ മരുമകളുടെ ഇങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പോ വിഷമം തോന്നി? അല്ല, എനിക്ക് വിഷമം തോന്നി. എന്താന്നറിയാം, പിന്നെ ഞങ്ങളെ മറ്റൊരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയല്ലേ ഇത്, ഞങ്ങളെ മക്കൾക്കല്ലല്ലോ കൊടുക്കുന്നത്. മറ്റൊരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി പിന്നെ അവരും ഇട്ട് വന്നതല്ലേ. അപ്പൊ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ആ കുട്ടി ഒരു കല്യാണ സമയത്ത് പിന്നെ പൊന്നണിഞ്ഞ് വരണം എന്ന് അവർക്ക് തോന്നുമല്ല. അല്ലാണ്ട് ഞങ്ങളെ പണത്തിനാവശ്യപ്പെട്ടിട്ടില്ല, പൊന്നിനാവശ്യപ്പെട്ടിട്ടില്ല, ഒന്നുമില്ല. പെൺകുട്ടീനെ മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ. ഞങ്ങളും അങ്ങനെയാണ് ഞങ്ങളെ കുട്ടികളെ കൊടുത്തത്. പിന്നെ സ്ത്രീധനൊന്നും കൊടുത്തില്ല. കണ്ണൂരുകാരനാണ് കരുണാകരൻ. വളരെ മക്കളെ വളരെയധികം സ്നേഹിക്കുന്ന, ഒരുപാട് ചെയ്തിട്ടുണ്ട്. വേറൊരു കണ്ണൂർക്കാരനാണ് സാറ്. മക്കളോട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, മക്കൾക്ക് ഞങ്ങളെ ജീവിതത്തിൽ, സഖാവിൻ്റെ ജീവിതത്തിൽ, ഇന്നത്തെ ആൾക്കാരല്ല ഞാൻ പറഞ്ഞു, സഖാവിൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ സഖാവിന് ആദ്യം പാർട്ടി. ടീച്ചറിന് വിഷമം തോന്നിയിട്ടുണ്ടോ അങ്ങനെ മക്കൾക്ക് വേണ്ടി കൂടുതൽ ചെയ്യാമായിരുന്നു?
ചിലപ്പോൾ എല്ലാം തോന്നിയിട്ടുണ്ട്. അത് ഒരു അമ്മക്ക് തോന്നാതിരിക്കില്ലല്ലോ, പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെന്നാലും പിന്നെ എന്ത് സന്ദർഭത്തിൽ അങ്ങനെ തോന്നിയിട്ടുള്ളൂ ഒരിക്കൽ ഒരു പ്രാവശ്യം? അതെല്ലാം പിന്നെ സഖാവ് ഒരു പിന്നെ ഇത് ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്, അല്ലെങ്കിൽ പിന്നെ ഒരു മുഖ്യമന്ത്രിയാണ്, അങ്ങനെ പല തലങ്ങളിലാണെന്നല്ല. ആദ്യം ജില്ലാ സെക്രട്ടറി. നല്ല വിഷമം തോന്നിയ ഒരു ഘട്ടം എപ്പോഴായിരുന്നു? പല സന്ദർഭങ്ങളിലുണ്ട്. അതിപ്പോൾ പറയാനൊന്നും പറ്റില്ല, അത്രയധികം സന്ദർഭങ്ങളിൽ ഓരോ സമയം എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഞാൻ എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇത് തന്നെ, ഞാനൊരു എൻ്റെ മക്കളെ പിന്നെ വീടും ഒരു മക്കളെ മാത്രം നോക്കുന്ന സഖാവാണെങ്കിൽ ഒരു നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടീൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അങ്ങനെ പല തലത്തിലാണല്ല. അപ്പോൾ സഖാവിനാണെങ്കിൽ അതിൻ്റെ എപ്പോഴും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം ഞാൻ എൻ്റെ മക്കളത് അങ്ങനെ, പക്ഷേ ചില സമയം എന്നെ വേദനിപ്പിച്ച പല സന്ദർഭം. അതാ ഞാൻ ചോദിച്ച ഒരു സന്ദർഭം എപ്പോഴാണ് ടീച്ചറിന് അങ്ങനെ ശരിക്കും വിഷമം തോന്നിയതാ? ഒരു ഇപ്പം പല സമയങ്ങളിലായിട്ട് അതല്ലെങ്കിൽ അതൊന്നും പക്ഷെങ്കിൽ ഞാൻ സഖാവിനെ അറിയിക്കയില്ല. സാറ് പറയാറുണ്ടോ വിഷമങ്ങൾ ടീച്ചറിനോട് പറയാറുണ്ടോ? പാർട്ടി കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ കാര്യങ്ങളോ? അതെന്താ അങ്ങനെ? അന്നും ഇന്നും പറയില്ല. പിന്നെ പാർട്ടി ഇപ്പൊ 3 തവണ മുഖ്യമന്ത്രിയായി. അപ്പോൾ ഒരു കാര്യം ഞാനിങ്ങനെ ടി വിയിലും പത്രത്തിലും കാണുന്നതല്ലാണ്ട് സഖാവിന്റെ വായിന്ന് ഒരു അക്ഷരം. അതെന്താ സാർ അങ്ങനെ ഒരു വിശ്വാസക്കുറവുണ്ടോ? അതല്ല, എന്താന്നറിയാം, പിന്നെ ഇപ്പം ക്യാബിനറ്റ് എല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് വന്ന് ഊണ് കഴിക്കുമ്പം പിന്നെ ഞാൻ ചോദിക്കും ഇങ്ങനെ ക്യാബിനറ്റിൽ ഉണ്ടായി, നമ്മൾ ഉടനെ ടി വിയിൽ കാണുമല്ല ഇന്ന് ക്യാബിനറ്റ് കഴിഞ്ഞ ദിവസം. അപ്പം ഞാൻ ഊണ് കഴിക്കാൻ വന്നാൽ ചോദിക്കുമ്പോൾ അന്നേരം കൂടി അത് വ്യക്തമായി പറയും. അന്നേരവും പറയില്ല, നീ അതെല്ലാം വായിച്ചാൽ മതി അല്ലെ, അങ്ങനെയല്ലാണ്ട് നീ എവിടുന്ന് ഇത് അറിഞ്ഞു, അങ്ങനെയല്ല നീ എങ്ങനെ അറിഞ്ഞു. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ മുഖ്യമന്ത്രി പത്രത്തിൽ നമുക്ക് എല്ലാവർക്കും വായിക്കാമല്ലോ, അല്ലെ ടി വി നമ്മൾ എല്ലാവരും കാണുന്ന കാര്യമല്ലേ, അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ അറിയുന്ന കാര്യമല്ലേ, നീ എങ്ങനെ അറിഞ്ഞു എന്നാ ചോദിക്കുക. അതാണ് അങ്ങനെയാണ്. സാറിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ടീച്ചറിന് വിഷമം തോന്നോ? പാർട്ടിയിൽ അങ്ങനെ പറയാൻ പാടില്ല. പാർട്ടി കാര്യങ്ങളൊന്നും പറയില്ല അല്ലേ? പാർട്ടി കമ്മിറ്റിയിലല്ലാതെ പിന്നെ വിശദമായി പറഞ്ഞു നടക്കുന്നത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. അതാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള മൗലിക വ്യത്യാസമുണ്ട്. കോൺഗ്രസ് പോലെയല്ല, കോൺഗ്രസിന് എന്തും ആവാം. ടീച്ചറിന് ഇങ്ങനെ ഞാൻ ടീച്ചറിനോട് ചോദിക്കാൻ വന്നത്, ഇങ്ങനെ ഓരോ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ടീച്ചറിന് അപ്പോൾ വിഷമം തോന്നാറുണ്ടോ? സാറിനെ പറ്റിയിട്ട് അങ്ങനെ പൈസ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഴിമതി കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ടീച്ചറിന് വിഷമം തോന്നോ? ഇല്ല എന്നുള്ളത് എനിക്കറിയാലോ. അതുകൊണ്ട് ആദ്യമെല്ലാം കുറേ വിഷമം തോന്നിയിരുന്നു. 80-ലെല്ലാം എന്തെങ്കിലും ഒരു ചെറിയ പത്രത്തിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. കരച്ചിലൊക്കെ വരുമോ? ഇല്ല, അന്നേരം വിഷമം തോന്നി. പിന്നെ അതിനെപ്പറ്റി അങ്ങനെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ വെറുതെ പറയുന്നതാണല്ല ഈ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ടീച്ചറിന് അങ്ങനെ വിഷമമൊന്നും പിന്നെ തോന്നിയിട്ടില്ല? തോന്നാറില്ല. അല്ല ഞാൻ ചോദിച്ചോട്ടെ, സാറിന് ഞാൻ നേരത്തെ പറഞ്ഞതാ, സാറിനെ ക്രൗഡ് പുള്ളർ എന്ന് പറയാറുണ്ട്. സാറിന്റെ പ്രസംഗങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ആൾക്കാരെ ചിരിപ്പിക്കും. ഇത് നേരത്തെ സാർ ആലോചിച്ച് വെക്കണാണോ എന്ത് പറയണം എന്നുള്ളത് പ്രസംഗത്തിന്? അവിടെ ചെന്ന് തട്ടിവിടല്ല. അതിലെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ കരുണാകരൻ പറയുന്നത് ഞാനും തമ്മിലുള്ള വ്യത്യാസം, അതാത് സമയത്തുള്ള രാഷ്ട്രീയം ജനങ്ങളെ പഠിപ്പിക്കണം. ഒന്ന്, അത് തുറന്ന് കാട്ടിക്കൊണ്ട് എക്സ്പോസ് ചെയ്തിട്ട് അതിനെതിരായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി തീർക്കണമെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയത്തിൻ്റെ പൊള്ളരുതായ്മയും കൊള്ളരുതായ്മയും ശക്തിയായി തുറന്നു പറയണം. ഇത് കരുണാകരൻ ചെയ്യുന്നില്ല. പക്ഷെ സഖാവ് എങ്ങനെ ആൾക്കാർ ഇത്ര ചിരിപ്പിക്കുന്നത്? ഭയങ്കര ക്രൗഡ് അല്ല. സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രസംഗം എനിക്കൊരു ഹെൽത്ത് ടോണിക് ആണ്. ഈ ടോണിക് ഇപ്പൊ കുറച്ച് കുറഞ്ഞുകൊണ്ട് വിഷമം തോന്നുന്നുണ്ടോ? ആ വിഷമം തന്നെയല്ലേ രാവിലെ മുതൽ രാത്രി വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഇലക്ഷനൊക്കെ ആവുമ്പോ പോയി പ്രസംഗം ഞാൻ പോകുന്നു 1-ാം തീയതി മുതൽ രംഗത്തുണ്ട് അല്ലേ? പല പ്രാവശ്യം ഇപ്പം തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ആളുകളെ കാണാണ്ട് ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സാറ് ഒരുപാട് കാലം ഇങ്ങനെ പല MP ആയിരുന്നു, മുഖ്യമന്ത്രി ആയിട്ട് തന്നെ വളരെയധികം പ്രൈം മിനിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് വളരെ അടുത്ത് ഇടപെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു ഇന്ത്യയിലെ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രൈം മിനിസ്റ്റർ VP സിംഗിനെ ആണോ?
ഇന്ദിരാഗാന്ധിയായിട്ടൊക്കെ നല്ല അടുപ്പുണ്ട്. ഇന്ദിരാഗാന്ധിയായിട്ട് വളരെ ക്ലോസാ. രാജീവ് ഗാന്ധി അതിനേക്കാളും അടുത്ത് രാജീവ് ഗാന്ധി. ഇന്ദിരാഗാന്ധിയെ കാണാൻ പോയിട്ടുണ്ടോ? വീട്ടിലൊക്കെ എത്ര തവണ അയാൾ ഭക്ഷണം കഴിക്കുന്ന ഉച്ചക്കൊക്കെ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. ആരാണ്? രാജീവ് ഗാന്ധിയാ? അവര് ഭക്ഷണം കഴിക്കും. ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി. അപ്പൊ ഇന്ദിരാഗാന്ധി എന്താ സാറിന് നിങ്ങൾ ഇന്ദിരാഗാന്ധിയായിട്ട് ഞങ്ങളുടെ ഈ മുഖ്യമന്ത്രി എന്നുള്ളതൊക്കെയുള്ള ഡയലോഗ് വളരെ ആദ്യം ഇന്ദിരാഗാന്ധി ആയിരുന്നല്ലോ. അന്ന് ഇവിടെ വന്നപ്പോഴെല്ലാം രാജീവ് ഗാന്ധിയായിട്ട് വളരെ ക്ലോസ് ആണ്. എങ്ങനെ ക്ലോസ് എന്ന് പറഞ്ഞാല് വളരെ പരിചയം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ന്യായമായി ശ്രദ്ധിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് വി പി സിംഗ് ആണ്. വി പി സിംഗ് ആണ് ഇത്. അതിന് കാരണം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. മാത്രമല്ല അയാളൊരു മഹാരാജാവായിരുന്നു. അയാളുടെ സഹോദരൻ വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സഹോദരൻ ഞാൻ ഇതിനിടെ കണ്ടു ആസ്പത്രി കിടന്നപ്പോൾ. രണ്ടാമത്തെ സഹോദരൻ അയാളും വന്നിരുന്നു എൻ്റെ റൂമിൽ. വി പി സിംഗ് ഇന്നും അയാൾ വളരെ സ്ട്രോങ് ആണ് ആശയപരമായിട്ട്. അയാൾ വിട്ടിട്ട് ഈ ബി ജെ പിക്കാരന്മാതിരി കോൺഗ്രസ്സിൽ ചേരുക അല്ലെങ്കിൽ ബി ജെ പി ചേരുക എന്നൊന്നും അയാൾ ചെയ്തിട്ടില്ല. അതാണ് നിങ്ങളൊരു സ്ട്രോങ് ഐഡിയോളജിക്കൽ മാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സഖാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മിത്തോളജിക്കൽ ക്യാരക്ടർ കർണനാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ഇതിന്റെ അകത്ത് ഭാരതത്തിൽ കർണനാണോ? ഭാരതത്തിൽ കർണനാ എൻ്റെ. ആണോ? അതിന്റെ കാര്യം എന്താ കാരണം എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ കർണനാ, അർജുനല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ സഹോദരനാണ് നീ കൊല്ലേണ്ടത് എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഇഷ്ടം തയ്യാറായില്ലേ? നിങ്ങളുടെ സഹോദരനെ കൊല്ലാൻ നിങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറാവുമോ? ഇല്ല. കർണനാണെങ്കിൽ ഈ തേര് ഈ അതിൻ്റെ ചക്രം താഴെ വീണിട്ടെടുത്ത് മാറ്റി വെക്കുക കുരുക്ഷേത്രത്തിൽ. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയാണ് ഇപ്പോൾ അവൻ്റെ കഴുത്ത് വെട്ടിയിട്ടില്ലേ നിന്നെ അവൻ കൊല്ലും നാളെ, അല്ലേ? അങ്ങനെയാണ് ഗീത. ഉടനെ അപ്പ കൊന്നത്. അപ്പോൾ കർണനെ കൊന്നത് അനുജനാ. ആ കർണനാണ് നിൻ്റെ ജ്യേഷ്ഠനെന്ന് കുന്തി ധർമ്മപുത്രർ സ്മാരകം അനുഷ്ഠിക്കാൻ ഇവരെ ദഹിപ്പിക്കാൻ പോകുന്ന സമയത്ത് കുന്തി പറഞ്ഞു കൊടുത്തു, നീ ആദ്യം ചെയ്യേണ്ടത് കർണനെയാണ്. ഇല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഗീത വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല ഞാൻ പറയാ. പക്ഷെ സഖാവിനെ പറ്റി വേറൊരു ആക്ഷേപമുണ്ട്. കർണൻ ഭയങ്കര ദാനശീലനാണ്. പക്ഷെ സഖാവ് ഇത്തിരി പിശുക്ക് കാണിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. സഖാവ് എങ്ങനെയാണെന്നറിയാം. അത് കേക്ക്. ഒരു ദിവസം തേരിൽ കൂടി ശ്രീകൃഷ്ണൻ ഈ കർണയും കൊണ്ടുപോവാ. എന്നിട്ട് കർണനോട് വഴിക്ക് വെച്ച് വരാ, നിന്നെ രാജാവാക്കും, നീ യുദ്ധത്തിന് ഇവരെ കൂടെ ചേരണം. എനിക്ക് ചോറ് തന്നതാരാ, എന്നെ വളർത്തിയതാരാ, ഞാൻ അവരെ വഞ്ചിക്കണമെന്നല്ലേ നീ പറയുന്നത്? ശ്രീകൃഷ്ണൻ നിന്ന് അവിടെ. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ സഖാവിനോട്? അല്ല സാറ്, കർണൻ ഭയങ്കര ദാനശീലനല്ലേ സാറ്? പക്ഷെ അല്ല, പക്ഷെ സാറ് ഇത്തിരി പിശുക്ക് കാണിക്കാറില്ല, കൊടുക്കാറില്ല, ഡയറി ഒക്കെ സൂക്ഷിച്ചു വെക്കില്ല. അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് എന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അതെങ്ങനെയാണെന്നറിയാം. അത് സത്യമാണോ ടീച്ചർ? സഖാവിൻ ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണെന്ന് വെച്ചാല് ഇന്ന് മായാവതിക്ക് 11 കോടി ഉറുപ്പിക സഖാവിന് പാർട്ടിൻ്റെതല്ലേ പൈസ. അപ്പൊ ആ ഓരോ പൈസക്കും വിലയാണ്. അന്നും അതെ ഇന്നും അതെ. ആ പാർട്ടിന്റെ ഒരു നയാ പൈസ കക്കാൻ പാടില്ല. അത് വളരെ ഇപ്പൊ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ വേറെ അക്കൗണ്ടിന് പൈസ ഇത്ര തന്നു, അല്ലെങ്കിൽ ശാരദക്ക് ഇത്ര കൊടുത്തു, അത്ര വ്യക്തമായിട്ട് കണക്ക് എഴുതി വെക്കും. അപ്പോൾ അന്നും എന്നോട് പറയും, എനിക്ക് പൈസ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ പാർട്ടിയില്ല. അപ്പോൾ അതങ്ങനെയൊന്നും ചെലവഴിക്കാൻ പറ്റുന്നു. ആ സ്വഭാവം തന്നെ ഇന്നും. അതുകൊണ്ട് പിന്നെ സഖാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളോട് കടം വാങ്ങില്ല. അങ്ങനെ സാധാരണ നമ്മളിപ്പം ഞങ്ങൾ ടീച്ചർമാരെല്ലാം അന്യനും കടം വാങ്ങുമ്പോൾ എന്തെല്ലാം ചെയ്യും. അപ്പോൾ അങ്ങനെ സഖാവ് ഒരാളോട് കടം വാങ്ങില്ല. സഖാവ് ഉള്ളതിനനുസരിച്ച് അന്നും ജീവിക്കും. ഇത് ഒരു കടം കൊടുക്കൂല, ഒരാൾക്ക് 10 പൈസ കൊടുക്കൂല. അതാണ് സഖാവ് ഒരാളോട് കടം വാങ്ങൂല, സഖാവ് ഒരാൾക്ക് 10 പൈസ കടം കൊടുക്കൂല. സാറിന് ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ? ഒരുപാട് പേന ഭയങ്കര ഇഷ്ടമാണ്. അത് എഴുത്തല്ലേ? എവിടെ ചെന്നാലും പേന 10-22 പുസ്തകമുണ്ട് എൻ്റെ. അതാണ് പേന ഇത്ര ഇഷ്ടം. പേനക്ക് ഇഷ്ടം. അല്ല, വേറെ താല്പര്യം ഈ പേനയും വാച്ചും, അത് മാത്രമേ ഉള്ളൂ. ആണല്ലേ? ഏറ്റവും ഇഷ്ടം ഇത് രണ്ടുമാണോ? അതെ, പേന വാച്ച്. അത് സമയം നോക്കാൻ. സാർ വെളി രാജ്യങ്ങൾ മാർപ്പാപ്പയായിട്ടൊക്കെ കൂടിക്കാഴ്ച ഉണ്ടല്ലോ. അത് ലോകത്തിൽ 2 കമ്മ്യൂണിസ്റ്റുകാരെ മാർപ്പാപ്പയെ കണ്ടു. ഒന്ന് കാസ്ട്രോ, രണ്ടാമത്തെ ഇ കെ നായനാണ്. 2 പേര്. സാറിന് എന്താ ഓർമ്മ? ഞാൻ ഇത് കൊടുത്തു അദ്ദേഹത്തിന് ഗീത.
ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മാതൃഭൂമി എനിക്ക് തന്നെ ഞാൻ പോകുമ്പോൾ ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അയാൾ കൊടുത്തു. അയാളൊരു മാല, വെഞ്ചിരിക്കുന്ന മാല എനിക്കും തന്നു. കൊന്ത അല്ലേ? കൊന്ത കൊന്ത ആ കൊന്ത എന്ത് ചെയ്തു വന്നിട്ട്? കൊന്ത ഇവള് തുടിച്ചിട്ട് ആണല്ലേ? മലയാളം ആവശ്യപ്പെട്ടത്, അതുകൊണ്ട് ആർക്കും കൊടുത്തില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ വേണ്ട. പലതും ചോദിച്ചോ ടീച്ചർ? മലയാളം സഖാവിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ആണല്ലേ? ഇവിടെ എത്ര ആളുകൾ വരും? അപ്പം അത് ആർക്കും കൊടുത്തില്ല, ഞാൻ തന്നെ. ടീച്ചർ നേരത്തെ പറഞ്ഞു ടീച്ചർ ദൈവവിശ്വാസിയാണല്ലോ, പക്ഷെ സാറിന് അതെ, അവളെ ദൈവവിശ്വാസിയാണ്. വിരോധം ഇല്ലേ അതിനെ പറ്റി? ഞാൻ നേരെ കൗണ്ടറാണ്. അപ്പൊ സാറിന് വിരോധം ഇല്ലേ ടീച്ചർ? ഇല്ല, കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു പദമുണ്ട് ഇംഗ്ലീഷിൽ. നിന്റെ ഇഷ്ടപ്രകാരം നീ ക്രിസ്തുദേവൻ പറഞ്ഞല്ലോ, നിന്നെ പൊറപ്പിക്കട്ടെ നിന്റെ വിശ്വാസപ്രകാരം, വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അല്ലേ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ക്രിസ്തു നിന്നെ രക്ഷിച്ചോ, എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കും. അത്രയല്ല വ്യത്യാസം. നീ എന്തിനാ നിർബന്ധിക്കുന്നത്? എസ്തോസ് പറഞ്ഞില്ലേ? അല്ല, അന്നത്തെ ഇയാൾ തൂക്കാൻ വിധിച്ചില്ലേ ജഡ്ജ്, ഇതിൻ്റെ കള്ളനെ വിട്ട് ക്രിസ്തുവിനെ തൂക്കാൻ വിധിച്ചു. അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്? അറിയില്ല. എന്നാലേ അവിടെ പോയാലേ അവിടെ ഒരു പത്രോസ് ഉണ്ട്. പത്രോസാണ് ഇയാളുടെ ശിഷ്യന്മാരിലെ അല്ലല്ല, പിലാത്തോസ് മറ്റേ ജഡ്ജ്. ഇത് പത്രോസ്, അയാളുടെ പ്രഥമ ശിഷ്യൻ പത്രോസാണ്. ഇയാൾ തൂക്കിക്കൊന്നതിന് ശേഷം പത്രോസാണ് ഈ ക്യാമ്പയിൻ നടത്തിയത് ലോകത്തിൽ, അല്ലെങ്കിൽ അവിടെ. അവസാനം പത്രോസ് ശത്രുക്കളോട് പറഞ്ഞു, എന്നെ നിങ്ങൾ തല കീഴോട്ടാക്കിയിട്ട് വെട്ടിക്കൊല്ലണം. അങ്ങനെ കൊച്ചുമക്കളോട് ഈ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇത്രത്തോളം ഇവളോട് പറയാറില്ല. അല്ല, കൊച്ചുമക്കളെന്നെ ഇരുത്തിയിട്ടൊന്നും പറയില്ല. വല്ലപ്പോഴും ഇങ്ങനെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പം അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പം TV കാണാനിരിക്കുമ്പോ അങ്ങനെയല്ലേ സാധാരണ പറയുള്ളൂ. പക്ഷെ അല്ലാണ്ട് എല്ലാരെയും വിളിച്ചിരുത്തുക, സംസാരിക്കുക, മടിയിൽ പിടിച്ചിരുത്തുക, അങ്ങനെയൊന്നും ജീവിതത്തിൽ ഉണ്ടായില്ല. അതിന്റെ ആവശ്യമില്ല. കാരണം ഒരുത്തി TV കാണുന്നവളായിരിക്കും, ഒരുത്തി കത്തനാരയായിരിക്കും കാണുന്നുണ്ടാകുക. അല്ലാതെ ഇനി മുമ്പത്തെ എടുത്തോ അങ്ങനെ എന്താ വെച്ചാലേ അവർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കും അതിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും അറിയാം ഇത് അച്ഛൻ്റെ അടുത്ത് അങ്ങനെ കൂടുതൽ അച്ഛനുമായിട്ട് ആ ഒരു ഇതില്ല എന്നുള്ളത് അവർ ചെറുപ്പത്തിലേ മനസ്സിലാക്കി. ഇപ്പം ചെറിയ കുട്ടികൾ പോലും അത് മനസ്സിലാക്കുന്നു. അവർ നിങ്ങൾ തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? ഞങ്ങൾ 16 വയസ്സ്. 16 വയസ്സിന് വ്യത്യാസമുണ്ട് അല്ലേ? അപ്പം സാറിന്റെ പിറന്നാളൊക്കെ വരുമ്പോ 85 വയസ്സ് കഴിഞ്ഞു. അപ്പൊ പിറന്നാളൊക്കെ വരുമ്പോ ആഘോഷിക്കാറുണ്ടോ മക്കളെല്ലാം കൂടെ കൂടിയിട്ട്? അല്ല, ഞങ്ങള് ഇത് എന്താണ് പിറന്നാളിന് പണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ ഒരു സമ്പ്രദായമില്ല ഞങ്ങളുടെ നാട്ടിലല്ലേ. അപ്പൊ ഞങ്ങള് മക്കള് പറയും അച്ഛൻ്റെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എപ്പോഴും സദ്യയാക്കി കൊടുക്കും. ഞാൻ ആളുണ്ടാവില്ല. പിന്നെ ഇപ്പല്ലേ ഈ ഞങ്ങൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം പിന്നെ ആദ്യം 81 ഞങ്ങൾ ആ മന്ത്രി ഞങ്ങൾ പിന്നെ നമ്മളെ മന്ത്രിസഭ രാജിവെച്ചില്ലേ, അപ്പോൾ ഞങ്ങൾ ഉടനെ ഞങ്ങൾ നാട്ടിലേക്ക് തന്നെയാണ് പോയത് 81. പിന്നെ വീണ്ടും വരുന്നത് 87 രണ്ടാമത് മുഖ്യമന്ത്രി ആയ സമയത്താണ്. അല്ലാണ്ട് അന്നൊന്നും പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സർക്കാരിൻ്റെ കെട്ടിടത്തിൽ താമസിച്ചില്ല. ഇല്ല. ഞങ്ങൾ 81 ഒക്ടോബറിൽ രാജിവെച്ചു. ഞങ്ങൾ നാട്ടിലേക്ക് പോയി, ഇവര് AK സെന്ററിലേക്ക് മാറി. ടീച്ചറിന്റെ സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ടീച്ചറിന്റെ ഒരു നല്ല ഓർമ്മ എന്താ ഉള്ളത്? പ്രത്യേകിച്ച് സന്തോഷം തോന്നിയ ഒരു സന്തോഷം കൂടെ താമസിക്കാൻ ടീച്ചറിന് എന്താ സന്തോഷം തോന്നി? സന്തോഷമൊന്നും അങ്ങനെ വിശേഷിച്ച അല്ല, സഖാവിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞങ്ങള് കുട്ടികളും ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുക എന്നുള്ള ഒരു സന്തോഷമേ ഉള്ളൂ. അത് തന്നെ ഞങ്ങൾ ഒരു പ്രത്യേകിച്ച് ടീച്ചർ ഓർമ്മിക്കുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു നിമിഷം അങ്ങനെ വല്ലതും ഉണ്ടോ? ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോഴോ അല്ലെങ്കിൽ കണ്ണൂരിൽ വെച്ചിട്ടോ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ ഒരു പല അതെല്ലാം കഴിഞ്ഞു പോയ സംഭവങ്ങളല്ലേ. എന്നാലും ആ ഒരു ഏതെങ്കിലും അങ്ങനെ ഒരു സംഭവം എന്തെല്ലാം സംഭവം ഉണ്ടായി? ഡൽഹിയിൽ വന്ന സംഭവം പറഞ്ഞോ? ലോകസഭയിലുള്ള സമയത്ത് അതെന്താന്നറിയാം, ആദ്യം തന്നെ ഞങ്ങള് എന്നെയും മക്കളെയും കൊണ്ടുപോയത് പിന്നെ ഇത് MP ആയില്ലേ 66 അല്ലേ 67. അപ്പോൾ എന്നെയും മക്കളെയും ആദ്യം കൊണ്ടുപോയതാണ് പിന്നെ ഡൽഹിയിൽ. അന്ന് ഇതേമാതിരി ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ട്രെയിനിലല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അന്ന് എനിക്ക് 3 മക്കളാണ് അന്നേരം ഉള്ളത്.
പിന്നെ അങ്ങനെ ആദ്യത്തെ ഒരു യാത്ര ഡൽഹി യാത്ര കൂട്ടിക്കൊണ്ടുപോയതാണ്. സാറിന് നല്ല ഓർമ്മയുണ്ട് അത്. പിന്നെ മറ്റൊരു സ്ഥലത്തും അങ്ങനെ പറയുമ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞു എന്നിട്ട് ഡൽഹി പോയിട്ട് ആഗ്രയിലൊക്കെ കൊണ്ടുപോയാ? അതെല്ലാം കൊണ്ടുപോയി, ആഗ്രയിലെല്ലാം കൊണ്ടുപോയി. പിന്നെ ആഗ്രയിൽ കൂടെ വന്നു. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു സംഭവം തന്നെയാണ്. അതെല്ലാം ഒരുപാട് ഫോട്ടോസ് എല്ലാം എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന്. പിന്നെ ഇത് അവിടെ ഡൽഹിയിൽ പോയ സമയത്ത് കൊണ്ട് കാണിച്ചതെല്ലാം മറ്റൊരാളാണ്. ഇവർക്ക് ഈ എം പിമാർക്ക് ഒരു സഹായം ഉണ്ടാവും. ആഗ്രയിൽ മാത്രമേ കൂടെ കാണുന്നുണ്ടായിരിക്കും ചിലപ്പോ അല്ലേ? ആഗ്രയിൽ മാത്രമേ കൂടെ വന്നിട്ടുള്ളൂ. ബാക്കി ഡൽഹി മുഴുവൻ ഞങ്ങൾ എല്ലാം നേരം കണ്ടതായിരുന്നു. ഇപ്പം ഡൽഹി പോയാൽ ഇവരൊക്കൊന്നും കാണാൻ ഇല്ല. പിന്നെ അന്ന് കണ്ടത് എല്ലാം. അപ്പോൾ ഇവർക്കെല്ലാം എം പിമാർക്കെല്ലാം ഒരു സഹായി ഉണ്ടാവുമല്ലോ അവിടെ. ഒരു ബാലൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു പട്ടാമ്പിക്കാരൻ. അപ്പോൾ അയാളാണ് പിന്നെ എല്ലാ സ്ഥലത്തും ബസ്, രാവിലെ ബസ്സിൽ കയറും, ടൂറിസ്റ്റ് ബസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി. പിന്നെ അവരല്ല ഈ EMSൻ്റെ മരുമക്കളാണ് ഇവരെ പിന്നെ MP ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ പോയി താമസിച്ചത്. അവിടെ സാധാരണ ഇവർ പോയ ഒരു റൂം അവിടെ ഉണ്ടാവും. അങ്ങനെ പിന്നെ അന്നേരം അവരാ താമസിക്കുന്നു. ഒരു സതി എന്ന് പറഞ്ഞാൽ അവൾ ടീച്ചറാണ്, അവളെ ഭർത്താവും മക്കളും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരെ സതി ഞാനും കുട്ടികളും എല്ലാം കൂടി രാവിലെ പോവുക.